എല്ലാവരും റിലാക്സ് ആയിട്ടിരിക്കുക. നടുലൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. ഷോൾഡറൊക്കെ ഓപ്പൺ ചെയ്യുക. കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. രണ്ട് കൈ ചിമ്മുദ്ര വയ്ക്കുക. ചിമ്മുദ്ര എന്ന് പറയുന്നത് നമ്മുടെ ചൂണ്ടുവിരളം ചൂണ്ടുവിരളം തള്ളവിരളം തമ്മിൽ ടച്ച് ചെയ്ത് വയ്ക്കുകയാണ്. ടച്ച് ചെയ്ത് കാലിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. നട്ടലൊക്കെ സ്ട്രൈറ്റ് ആക്കി ഷോൾഡറൊക്കെ ഓപ്പൺ ചെയ്ത് റിലാക്സ് ആയിട്ടിരിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale, inhale, exhale. നമസ്കാര മുദ്ര. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ മുന്നിലോട്ടൊന്ന് കൊണ്ടുവന്നേ. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങൾ യോഗയിലൂടെ തടഞ്ഞു നിർത്താൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ചിൻ ഡൗൺ, സെൻറ്റർ, പാമിങ്. ഫുള്ളം കൈ നന്നായിട്ട് കൂട്ടിത്തിരുമ. രണ്ട് കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. രണ്ട് കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണ് ചിമ്മി ചിമ്മി സാവധാനം ഉള്ളം കൈയിലോട്ട് കണ്ണു തുറന്ന് നോക്കുക. സാവധാനം തിരിച്ചു വരാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ബ്രീത്തിങ് എക്സസൈസാണ് ചെയ്യുന്നത്. ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ലെൻസിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് ശ്വാസം മുട്ടലും അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ലെൻസിൻ്റെ കപ്പാസിറ്റി കൂടും. അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സിന് വരുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യമാണ് ബ്രീത്തിങ് എക്സസൈസ്. ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്ന 1 മണിക്കൂറാണ് നമ്മുടെ യോഗ ക്ലാസ്. ഈ 1 മണിക്കൂർ എന്താണ്, നമുക്ക് എന്ത് കിട്ടണം? നമ്മുടെ ബോഡിയിൽ ഒരു എനർജി ഉണ്ടാവണം. നമ്മുടെ ബോഡിയിൽ ആവശ്യം എന്താണ്? ഓക്സിജനാണ് ആവശ്യം. നമ്മൾ എത്രത്തോളം ബ്രീത്ത് എടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ബോഡി നന്നായിട്ട് ഓക്സിജൻ നിറയും. നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഓക്സിജൻ നിറയുന്നോ അത്രത്തോളം നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ നമ്മുടെ നെഗറ്റീവായി കിടക്കുന്ന എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അത് വാഷ് ഔട്ടായിട്ട് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകുന്നതിനും നമ്മുടെ ബോഡിയിൽ നല്ലൊരു എനർജി ഉണ്ടാവും. 1 മണിക്കൂർ യോഗ ചെയ്യേണ്ട ഒരു എനർജി നമ്മുടെ ബോഡിയിൽ എന്തായാലും ഉണ്ടായി വരും. അതിന് വേണ്ടിയിട്ടാണ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത്. ലെൻസിൻ്റെ കപ്പാസിറ്റി കൂടും. അതുപോലെ ശ്വാസകോശം നന്നായിട്ട് വികസിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്താണ് സഹായിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ശ്വാസം മുട്ടലും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇൻഹേലറൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നവർക്കൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ഡെയിലി ചെയ്ത് തന്നെ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ട്. നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് കൈ മുന്നിലോട്ട് നീട്ടി വയ്ക്കുക. സ്ട്രൈറ്റ് ആക്കി വെച്ചേ. രണ്ട് കൈ സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. കണ്ടോ? ശ്വാസം എടുത്ത് രണ്ട് കൈ ഓപ്പൺ ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. എല്ലാവരും ചെയ്തേ. ബ്രീത്തിങ്, breathe out, breathing, 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 breathe out. റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരിക്കുക. സാവധാനം കണ്ണുറക്കുക. രണ്ട് കൈ ഇങ്ങനെ കോർത്ത് പിടിച്ച് നെഞ്ചിൻ്റെ പുറത്തേക്ക് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. വീണ്ടും ശ്വാസം എടുത്ത് കൈ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. എല്ലാവരും ചെയ്തേ. Breathing, breathe out, breathing, breathe out, breathing, breathe out, breathing, breathe out, breathing, breathe out. എല്ലാവരും റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്ത് കാലൊക്കെ ഒന്ന് നീട്ടിയിട്ട് രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീട്ടിയിടുക. കാലൊക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് 1 2 3. കാല് തുടഭാവനയ്ക്ക് 1 2 3. ഒരികൂടെ ചെയ്യുക. 1 2 3. കാല് തുടഭാവനൊക്കെ 1 2 3
രണ്ട് കാല് ചേർത്ത് വെച്ച് രണ്ട് കാലം ഒരുമിച്ച് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. 1 2 3 4 5 6. റൊട്ടേറ്റ് ചെയ്തേ, വലത്തോട്ട് കറക്കി കൊടുക്കുക. രണ്ട് കാലം ഒരുമിച്ച് 1 2 3 4 5 6. ഓപ്പോസിറ്റ് 1 2 3 4 5 6. വിരലുകളൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക. 1 2 1 2 1 2 1 2. റിലീസ് ചെയ്യുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. ഓരോ കാലും ഇത് മടക്കുക. കാൽമുട്ട് വേദന മാറേണ്ട എക്സസൈസ് ആണ്. 1 2 1 2 1 2 1 2 1 2. എല്ലാവരും നന്നായിട്ട് ചെയ്തേ. 1 2 1 2 1 2 1 2 1 2. റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. വലത് കാലം മടക്കി കുത്തി വയ്ക്കുക. വലത് കാലിൽ തുടയുടെ അടിഭാഗത്തൂടെ കൈ കൊണ്ട് ലോക്ക് ചെയ്ത് അകത്തോടി കാല് മുകളിലേക്ക് ഉയർത്താൻ താഴെ വയ്ക്കുക. കാല് മുകളിലേക്ക് ഉയർത്താൻ താഴെ വയ്ക്കുക. കാൽമുട്ട് വേദന മാറേണ്ട എക്സസൈസ് ആണ്. 1 2 1 2 1 2 1 2 1 2. സാവധാനം കാല് നീട്ടിയിടാം. ഇടത് കാല് മടക്കിയ ഇടത് കാലിൽ തുടയുടെ അടിയിലൂടെ ലോക്ക് ചെയ്യുക. മുകളിലേക്ക് ഉയർത്തിയ സാവധാനം താഴെ വയ്ക്കുക. 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം കാല് താഴെ വയ്ക്കുക. റിലാക്സ് ആയിട്ടിരിക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്ത് വയ്ക്കാം. രണ്ട് കൈ കൊണ്ട് ക്രോസ് ചെയ്ത് ടച്ച് ചെയ്യുക. നമ്മൾ എത്രത്തോളം സ്പീഡ് കൂട്ടി ടച്ച് ചെയ്യുമോ അത്രത്തോളം നമ്മുടെ ഈ അരക്കെട്ടുണ്ടല്ലോ, ഈ രണ്ട് അരക്കെട്ട് നന്നായിട്ട് ഒതുങ്ങി അവിടുത്തെ ഫാറ്റൊക്കെ കുറയാനൊക്കെ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. നന്നായിട്ട് ചെയ്തേ. കൈ വീശി ക്രോസ് ചെയ്ത് കാല് ടച്ച് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. ഒരിക്കലും ചെയ്തേ. 1 2 3 4 5 6 7 8 9 10. റിലാക്സ് ആയിട്ടിരിക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്ക് ജലാസനമാണ് ചെയ്യുന്നത്. യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ യൂറിനറി ഫങ്ഷൻ നന്നായിട്ട് പ്രവർത്തിക്കുന്നതിനും യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലത്തുള്ള മസിൽസൊക്കെ നല്ല ബലം ഉണ്ടാകാൻ വേണ്ടി സഹായിക്കും. PCOD മാറും. അതുപോലെ തന്നെ യൂട്രസിനകത്ത് ചെറിയ ചെറിയ സിസ്റ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഓവുലേഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് പീരിയഡ് സമയത്തുള്ള പെയിൻ കുറയ്ക്കാൻ, നമ്മുടെ യൂട്രസ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ലേഡീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്ററാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്ക് ജലാസനം. രണ്ട് കാലം ഓപ്പൺ ചെയ്തേ. രണ്ട് കൈ ഇങ്ങനെ ലോക്ക് ചെയ്തേ. ലോക്ക് ചെയ്തോ. അരി ആട്ടുന്നത് പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. 1 2. നന്നായിട്ട് ചെയ്ത എല്ലാവരും. 3 4 5 6. ഇനി ഓപ്പോസിറ്റ് ചെയ്തേ. തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത 1 2 3 4 5 6. സാധാരണ റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം തിരിച്ചോടെ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടർഫ്ലൈ തിത്തിരി ആസനം എന്നാണ് പറയുന്നത്. രണ്ട് കാലിങ്ങനെ മടക്കി ബട്ടർഫ്ലൈ പോലെ ഇരിക്കുക. ഉണ്ടോ? ബട്ടർഫ്ലൈ പോലെ ഇരുന്നതിന് ശേഷം ഇതിന് ബദ്ധകോണാസനം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുന്നതിനെ ബദ്ധകോണാസനം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നതിനെ തിത്തിരി ആസനം എന്നാണ് പറയുന്നത്. രണ്ട് കാലിങ്ങനെ വയ്ക്കുക.
രണ്ട് കൈ കൊണ്ട് ഈ കാലിൻ്റെ അടിയിലൂടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് നടു നന്നായിട്ട് സ്ട്രൈറ്റ് ചെയ്ത് വയ്ക്കുക. നട്ടൽ നന്നായിട്ട് സ്ട്രൈറ്റ് ചെയ്ത് നന്നായിട്ട് ഓപ്പൺ ചെയ്ത് റിലാക്സ് ആയിട്ടിരിക്കുക. ഇനി ഫ്ലൈ ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ അത്രയും ഗുണങ്ങളുള്ള യോഗയിലെ പോസ്റ്ററാണ്. ലേഡീസിനെ സംബന്ധിച്ച് എല്ലാ ദിവസവും നിർബന്ധമായിട്ട് ഇത് ചെയ്തിരിക്കണം. യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ആദ്യമൊക്കെ ഫ്ലൈ ചെയ്യുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും. പുതിയ ആൾക്കാരൊക്കെ പറ്റുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്യാമല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. നന്നായിട്ട് ചെയ്ത 1 2 3 4 5 6 7 8 9 10. Good. Speed out here. 1 2 3 4 5 6 7 8 9 10. Slow ചെയ്ത് 1 2 3. സ്റ്റോപ്പ് ചെയ്യുക. തല മുകളിലേക്ക് ഉയർത്തി നന്നായിട്ട് ശ്വാസം എടുത്ത് സാവധാനം മുന്നിലേക്ക് കൈ കൊണ്ട് നടന്ന് നിങ്ങളുടെ വയറൊന്നും ഉളുക്കരുത്. കെയർഫുൾ ആയിട്ട് ബ്രീത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നിലോട്ട് വന്ന് എവിടം വരെയാണോ പറ്റുന്നത് അവിടം വരെ വന്നിട്ട് കുനിഞ്ഞിരുന്നേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം കൈ കൊണ്ട് തിരിച്ച് നടന്ന് തിരിച്ചു വന്നേ. സാവധാനം തിരിച്ചു വരാം. കെയർഫുൾ ആയിട്ട് വരാം. ഒരിക്കൽ കൂടി ചെയ്യാം. ചെയ്തേ. ഫ്ലൈ ചെയ്തേ. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്തേ. ആദ്യമൊക്കെ കുറച്ചേ പറ്റൂ. പിന്നെ നമ്മൾ സ്പീഡ് കൂട്ടി കൊടുക്കും. 1 2 3 4 5 6 7 8 9 10. സ്പീഡ് കൂട്ടിയേ. 1 2 3 4 5 6 7 8 9 10. സ്ലോ ചെയ്തേ. 1 2 3. സ്റ്റോപ്പ് ചെയ്യുക. രണ്ട് കൈ ഉയർത്തി ശ്വാസം എടുത്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് മുകളിലോട്ട് വലിച്ചു പിടിച്ച് നന്നായിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം മൊത്തം ലൂസാക്കിയേ. ശരീരം മൊത്തം ഫ്രീ ആയിട്ട് മുന്നിലോട്ട് വന്ന് എവിടെയാണോ പറ്റുന്നത് അവിടെ ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്നേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്തേ. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. സാവധാനം കാലൊക്കെ അങ്ങ് നീട്ടിയിട്ട് ഫ്രീ ആയിട്ട് കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. 1 2 3. കാല് തുടഭാഗം അനക്കുക. 1 2 3. ഗുഡ്. ഒരിക്കലും ചെയ്യാം. 1 2 3. കാല് തുടഭാഗം അനക്കുക. 1 2 3. ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജാനുശീർഷാസനാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ കാലിന് നല്ല ബലം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, വെരിക്കോസ് വെയിൻ മാറുന്നതിന് വേണ്ടിയിട്ട്, കാലിൻ്റെ ഉപ്പുറ്റി വേദന മാറാൻ വേണ്ടി സഹായിക്കും. അതുപോലെ കാലിൻ്റെ നമ്മുടെ ഈ കാലിൻ്റെ അടിയിൽ മസിലൊക്കെ പിടിക്കുക, നല്ല തരിപ്പ്, ഈ മഴ സമയത്തൊക്കെ ഭയങ്കര തരിപ്പ് വേദന അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലേ കാലിൽ, പെയിനൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറാൻ വേണ്ടിയിട്ട്, വാദത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സഹായിക്കും. അതുപോലെ ഒരുപാട് ദൂരം നടക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ കാലിൽ എന്തുമാത്രം ബലമാണ് കിട്ടുന്നത്. നമ്മൾ ഒരുപാട് നടക്കണ്ട. ഈ ഒരു പോസ്റ്റർ ചെയ്താൽ തന്നെ എല്ലാ ഗുണവും കൂടെ ഒറ്റയടിക്ക് കിട്ടും. അത്രയും നല്ലൊരു പോസ്റ്ററാണ്. എല്ലാ ദിവസവും ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു പോസ്റ്ററാണ് അടുത്ത് പഠിപ്പിക്കുന്നത്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജാനുശീർഷാസനയാണ്. സിമ്പിളാണ്, കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് വലുതാണ്. ഈ പറഞ്ഞാലൊന്നും തീരില്ല, അതിനെക്കാട്ടിലും ഗുണമുണ്ട്. സമയം കുറച്ചുള്ളത് കൊണ്ട് ചുരുക്കി പറഞ്ഞതാണ്. വലത് കാലം നീട്ടിയിടാം. ഇടത് കാലം മടക്കി വലത് കാലം തുടയിൽ ചവിട്ടി വയ്ക്കുക. ഒച്ചയില്ലായിരുന്നു. നന്നായിട്ട് ചെയ്തേ. വലത് കാലം നീട്ടിയിടാം. ഇടത് കാലം മടക്കി വലത് കാലം തുടയിൽ ചവിട്ടി വയ്ക്കുക. ഒച്ചോ. ശ്വാസം എടുത്ത് കൈ ഉയർത്തിയേ. ലോക്ക് ചെയ്തേ. നന്നായിട്ട് മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. രണ്ട് ഇടുപ്പ് നന്നായിട്ട് സ്ട്രെച്ചാക്കി മുകളിലോട്ട് വലിച്ചു പിടിച്ചോ. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നിലോട്ട് വരണം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം ഒന്ന് ലൂസാക്കിയേ. ബലം കൊടുക്കരുത്. ലൂസായിട്ട് നീട്ടി വച്ചിരിക്കുന്ന കാല് വരണം. വലത് കാലിൽ എവിടെ പറ്റുന്നോ അവിടെ പിടിച്ചോ. ഇഷ്ടമുള്ളിടത്ത് എവിടെ പറ്റുന്നോ അവിടെ പിടിച്ച് കുനിഞ്ഞിരിക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനം റിലീസ് ചെയ്യും. ഓപ്പോസിറ്റ് ചെയ്ത് ഇടത് കാലം നീട്ടിയിടാം. വലത് കാലം മടക്കി ഇടത് കാലിൻ്റെ തുടയിൽ ചവിട്ടി വയ്ക്കും. ശ്വാസം എടുത്ത് കൈ ഉയർത്താൻ ലോക്ക് ചെയ്ത് നന്നായിട്ട് ബോഡി മുകളിലോട്ട് വലിച്ചു പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് കാലം ടച്ച് ചെയ്ത് കുനിഞ്ഞിരിക്കുക. എവിടെയാണോ പറ്റുന്നത് അവിടെ ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്നേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6.
ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യാം. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാം. രണ്ട് കാലം നീട്ടിയിടാം. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുന്നതിന് ശിഥില ദണ്ഡാസനം എന്നാണ് പറയുന്നത്. ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന പോസ്റ്ററാണ്. തല പുറകിലേക്ക് വെച്ച് റിലാക്സ് ആയിട്ടിരുന്ന് നന്നായിട്ട് ശ്വാസം എടുക്കാം. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കാം. സാവധാനം പുറത്തേക്ക് വിടാം. റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം തിരിച്ച് അടുത്ത് നമ്മൾ ചെയ്യുന്ന പശ്ചിമോത്താനാസനമാണ് ചെയ്യുന്നത്. നമുക്ക് നല്ല ഊർജ്ജവും ഉന്മേഷവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി നല്ല ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടും ഓടിച്ചേടാൻ നമ്മൾ ജോലി ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന യോഗയിൽ നല്ലൊരു പോസ്റ്ററാണ്. നട്ടലിന് നല്ലൊരു മെയ് വഴക്കം ഉണ്ടാകാൻ വേണ്ടി സഹായിക്കും. പീരീഡ് സമയത്തുള്ള പെയിൻ കുറയും, വയറ് കുറയുന്നതിനും അതുപോലെ യൂറിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടും യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നം മാറുന്നതിന് വേണ്ടിയിട്ടും മോശം പുറത്തേക്ക് പോകുന്നതിനും മലബന്ധം മാറുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന പറഞ്ഞാൽ തീരില്ല അത്രയും ഗുണങ്ങളുള്ള പശ്ചിമോത്താനാസനയാണ് ചെയ്യാൻ പോകുന്നത്. നട്ടൽ സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ മുകളിലേക്ക് വരുത്തുക. ലോക്ക് ചെയ്തേ. നന്നായിട്ട് മുകളിലോട്ട് വലിച്ചു പിടിച്ച് ശ്വാസം പുറത്തേക്ക് വിട്ട് ശരീരം മൊത്തം ലൂസാക്കി മുന്നിലോട്ട് വന്ന് എവിടെ പറ്റുന്നു അവിടെ പിടിച്ച് കുനിഞ്ഞിരുന്ന്. ഗുഡ് സ്റ്റെപ്പ്. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഇതിൻ്റെ കൗണ്ടർ പോസ്റ്ററാണ് ചെയ്യുന്നത്. പൂർവ്വ ഉത്താനാസന. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. രണ്ട് കാലം മടക്കി വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർന്ന് നിൽക്കുക. പറ്റുന്ന പോലെ നിന്ന്. ഗുഡ് സ്റ്റെപ്പ്. 1 2 3 4 5 6. സാധാരണ റിലാക്സ് ആയിട്ടിരിക്കുക. എല്ലാവരും റിലാക്സ് ആയിട്ടിരുന്ന് സാവധാനം തിരിച്ചു വരാം. ക്രോസ് ലെഗ് പൊസിഷൻ. ഓരോ പോസ്റ്ററിൻ്റെ ഗുണങ്ങൾ പറയുന്നത് എന്തിനാണ്? നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് നല്ലത്, അല്ലേ? നമ്മളൊരു പോസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആ പോസ്റ്ററിലോട്ട് എത്തുമ്പോൾ ദേഷ്യം വരും. ശ്വാസം എടുക്കണം, പുറത്തേക്ക് വരണം, കൈയും കാലും കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില പോസ്റ്റേഴ്സ് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ ഒരു പോസ്റ്ററിൻ്റെ ഗുണം പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഫീൽ ചെയ്ത് ചെയ്യും. ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ മാറുന്ന നല്ലൊരു പോസ്റ്റർ ആണല്ലോ എന്ന് തോന്നുമ്പോൾ നമുക്ക് എന്താണ് അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം തോന്നും. ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും അങ്ങനെയാണ് ചെയ്യിപ്പിക്കുന്നത്. എല്ലാവരും ഇഷ്ടത്തോടെ ചെയ്യണം. ഓരോ പോസ്റ്റേഴ്സിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ചാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും ചെയ്യാൻ. അവരെത്രത്തോളം ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നോ അത്രത്തോളം അവർക്ക് തന്നെയാണ് നല്ലത്, അവരുടെ ആരോഗ്യത്തിന് തന്നെയാണ് നല്ലത്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടുന്നതിനുള്ള എക്സസൈസാണ്. കണ്ണ് നന്നായിട്ട് തുറന്നു വയ്ക്കും. തുറന്നു വെച്ചോ നന്നായിട്ട്. വലത്തോട്ട് ഇടത്തോട്ട് ചലിപ്പിച്ച കണ്ണിൻ്റെ കൃഷ്ണമണി മാത്രം. 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം കണ്ണടയ്ക്കുക. ഉള്ളം കൈ നന്നായിട്ട് കൂടി തിരുമാം. രണ്ട് കൈ കപ്പ് ചെയ്തേ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കാം. ഒരിക്കൽ ചെയ്യാം. മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. സാവധാനം കണ്ണുറക്കുക. മുകളിലേക്കും താഴേക്കും നോക്കുക. 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം കണ്ണടയ്ക്കുക. ഉള്ളം കൈ നന്നായി കൂട്ടി തിരുമുക. രണ്ട് കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. ഒരിക്കൽ ചെയ്യാം. മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. നമ്മൾ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടുന്നതിനുള്ള എക്സസൈസാണ്. ഇനി 1-2 എക്സസൈസൊക്കെ ഉണ്ട്. അത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് കണ്ണിൻ്റെ പവർ കൂടും. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് ചെറിയ അക്ഷരമൊന്നും വായിക്കാൻ പറ്റൂലായിരുന്നു. അപ്പോൾ നമ്മൾ ഡെയിലി എല്ലാ ദിവസവും കണ്ണിൻ്റെ എക്സസൈസ് ചെയ്യിപ്പിച്ചിപ്പോൾ ആളിന് കണ്ണിലുള്ള പാടയൊക്കെ പോയി ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നു. ആളിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ. ഒരു ദിവസം ചെയ്താലല്ല, നമ്മൾ എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. ഉച്ച സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല. ഉച്ച സമയം 1 മണി 2 മണി 12 മണിക്ക് ശേഷമൊക്കെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ തലവേദന ഉള്ള സമയത്ത് ഇത് ചെയ്യരുത്. തലവേദന ഉള്ള സമയത്ത് ചെയ്താൽ നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുന്നതുകൊണ്ട് തലവേദന കൂടും. ആ സമയത്ത് ചെയ്യാൻ പാടില്ല. അല്ലാത്ത സമയത്തൊക്കെ ചെയ്യാം. രാവിലെ എണീച്ചിട്ട് ഫ്രഷ് ആയിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് എന്താണ് വന്നിരുന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറങ്ങാൻ നേരത്ത് ഒന്ന് ബെഡിലിരുന്നിട്ടൊന്ന് റിലാക്സ് ചെയ്ത് ചെയ്യാം.
രാവിലെ എണീച്ച് കണ്ണൊക്കെ നന്നായിട്ട് കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ടിരുന്നിട്ട് ഡെയിലി ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. ഒരുപാട് പേർക്ക് നല്ല മാറ്റമുണ്ട്. ഒരുപാട് പേർക്ക് കണ്ണാടി വെച്ചവർക്ക് കണ്ണാടി മാറ്റിയിട്ടുണ്ട്. ആ രീതിയിലോട്ടുള്ള 40 വയസ്സ് കഴിയുമ്പോൾ അറിയാലോ, എല്ലാവർക്കും ചെറിയ ചെറിയ മംഗലും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇപ്പോൾ എല്ലാവർക്കും തുടങ്ങുന്നുണ്ട്. എന്നാൽ പോലും അങ്ങനെയുള്ളവർക്ക് നല്ല രീതിയിലുള്ള മാറ്റം എന്താണ് ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നല്ല മാറ്റം ഉണ്ടാവും. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് തൈറോയ്ഡ് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗയിലെ എക്സസൈസാണ്. ഈ തൈറോയ്ഡ് എന്ന് പറയുന്നത് 100ൻ്റെ മെഡിസിൻ കഴിക്കുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് മാറൂല. 100ൻ്റെ മെഡിസിൻ കഴിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ 70 ആവും, ചിലപ്പോൾ 1-1.5 വർഷം അവർ എത്ര മഴയായാലും വെയിലായാലും നമ്മുടെ ക്ലാസ്സിന് കറക്റ്റ് വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാകുമ്പോൾ കുറേ മാറ്റം വരും. ചില ആൾക്ക് 17 പോയിൻറ്റ് 16 പോയിൻറ്റ് 6 പോയിൻറ്റ് അങ്ങനെയൊക്കെ ചെറിയ മാറ്റങ്ങളുള്ള 1-2 പേർക്കൊക്കെ തൈറോയ്ഡിൻ്റെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് മാറി. അതായത് ആഴ്ചയിൽ 1-2 ദിവസം വരുന്നവർക്കുള്ള മാറ്റം ഉണ്ടാകുന്നത് ഡെയിലി എല്ലാ ദിവസവും എത്ര മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ക്ലാസ്സിന് വരുന്നവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അതൊന്നാമത്തെ കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള മാറ്റം 100% ഉണ്ടാവും. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് തൈറോയ്ഡ് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗയിലെ പോസ്റ്ററാണ്. അതുപോലെ ഭയങ്കര ഫാറ്റ് ഉള്ളവരുണ്ടല്ലോ, ഇവിടെയൊക്കെ നല്ല വണ്ണമൊക്കെ ഉള്ളവർക്കുണ്ടെങ്കിൽ ഈ നമ്മൾ ഡെയിലി ഇത് ചെയ്യുന്നതനുസരിച്ച് ഇവിടെയൊക്കെ ഫാറ്റൊക്കെ കുറഞ്ഞ് ഒതുങ്ങി വരും. അതിനൊക്കെ സഹായിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ആദ്യം കഴുത്ത് മാക്സിമം പുറകിലോട്ട് കൊണ്ടുപോയാൽ ഡൗൺ എന്ന് പറയുമ്പോൾ താഴെ നെഞ്ചിൽ ടച്ച് ചെയ്യും. മാക്സിമം പുറകിലോട്ട് കൊണ്ടുപോയേ. ഗുഡ്. ചിൻ ഡൗൺ, 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 down, center, side looking, 1, center, 2, center, 1, center, 2, center, 1, center, 2, center, 1, center, 2, സെൻറ്റർ റിലീസ് ചെയ്യുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രസ്റ്റിൽ ക്യാൻസർ ഒന്നും വരാതിരിക്കേണ്ട എക്സസൈസാണ്. നമ്മൾ യോഗ ചെയ്യുന്നവർക്ക് 80% ക്യാൻസർ വരില്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ അതിനുള്ള എക്സസൈസാണ് ചെയ്യുന്നത്. 2 കൈ ഇങ്ങനെ വെച്ചാൽ എല്ലാവരും നന്നായിട്ട് ഓപ്പൺ ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നന്നായിട്ട് ഓപ്പൺ ചെയ്ത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഗുഡ്. റിലാക്സ് ആയിട്ടിരിക്കുക. അതുപോലെ ബ്രസ്റ്റിൽ ക്യാൻസർ വരാതിരിക്കേണ്ട വേറൊരു എക്സസൈസും കൂടെ ഉണ്ട്. 2 കൈ ഇങ്ങനെ കെട്ടുക. കെട്ടിയേ. 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2. റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം തിരിച്ചു വരാം. 2 കൈ മുന്നിലോട്ട് നീട്ടാം. 1, 2, 3, 4, 5, 6. കൈ തിരിച്ചു പിടിച്ചേ. കൈപ്പത്തി അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. 1, 2, 3, 4, 5, 6. കൈ ചുരുട്ടി പിടിച്ചേ. റൊട്ടേറ്റ് ചെയ്യുക. 1, 2, 3, 4, 5, 6. ഓപ്പോസിറ്റ്. 1, 2, 3, 4, 5, 6. വിരലുകളൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. 1, 2, 1, 2, 1, 2, 1, 2, 1, 2. റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ പെയിനൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. 2 കൈ ഇങ്ങനെ മടക്കി വെച്ചോ. ഇനി 2 കൈയുടെ മുട്ട് തമ്മിൽ ടച്ച് ചെയ്ത് വെച്ച് നന്നായിട്ട് പുറകിലോട്ട് നന്നായിട്ട് നെളിഞ്ഞ് റൊട്ടേറ്റ് ചെയ്ത് 1, 2, 3, 4, 5, 6. ഗുഡ്. ഓപ്പോസിറ്റ്. 1, 2, 3, 4, 5, 6. സാവധാനം റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ആവുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഗുഡ്. അടുത്ത് നമ്മൾ ചെയ്ത 2 കൈ കാൽ മുട്ടിൽ ഇങ്ങനെ പിടിക്കുക. പിടിച്ചോ. പിന്നെ റൊട്ടേറ്റ് ചെയ്യുക. അരക്കെട്ട് മുന്നിലോട്ട് വന്ന് 1, 2, 3, 4. Opposite. 1,
2 3 4. സാവധാനം റിലീസ് ചെയ്യുക. കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം 2 കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീട്ടിയിട്ടെ. സന്ധ്യ ഇന്ന് ഡാൻസ് പ്രാക്ടീസിന് പോയില്ലേ? എന്താടാ? ശനിയാഴ്ച മാത്രമേ എടുക്കുള്ളൂ. ഞാൻ മോനെ കൊണ്ടുവരാൻ പോയിരുന്നേ മറ്റു ദിവസങ്ങൾ. ഓക്കെ. റെക്കോർഡ് ക്ലാസ്സിൽ കയറാത്ത എന്ത് പറ്റി? റെക്കോർഡ് ക്ലാസ്സിൽ കയറാത്ത എന്ത് പറ്റി? എന്നെ കാണാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ? അതാ ഞാൻ റെക്കോർഡിൽ കയറണമെന്ന് വിചാരിച്ചു ആദ്യം. പിന്നെ ഞാൻ വിചാരിച്ചത് ഇതിനെ വരാം. 2-3 ദിവസമായിട്ട് ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. അപ്പൊ കണ്ട ക്ലാസ് തന്നെ ചെയ്യാ. ഞാൻ അന്നേരം കുറച്ച് ചെയ്തു. മറ്റേ ഫേസിയൊക്കെ ഞാൻ കുറച്ച് ചെയ്തു. കണ്ടിട്ട് അത് ഗ്ലാമറൊക്കെ ഒന്ന് കൂടിക്കോട്ടെ. നീ കല്യാണാലോചന വന്ന് ഹസ്ബൻഡ് എന്നെ ഓട്ടിക്കോ? അവൻ ഞാൻ ഇന്ന് കണ്ടിട്ടുള്ള ക്ലാസ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ചോദിച്ചത്. അതിനാ കയറേണ്ടത് ഞാൻ ചോദിച്ചത്. റെക്കോർഡിന് കയറണോ? ഞാൻ മാത്രം ചിലപ്പോ പഴയതുണ്ടാവുന്നില്ലേ? വേറെ ഒരാളുണ്ട്. ഇയാൾക്ക് കാര്യമില്ല. ഇയാള് വെയിറ്റ് കുറവല്ലേ, അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിന് കയറിക്കോ. വെയിറ്റ് ഒക്കെ കുറയ്ക്കുന്നവർക്കാണ് റെക്കോർഡ് ക്ലാസ് ഇട്ട് കൊടുത്തത്. അവരത് ചെയ്തില്ലെങ്കിലേ അവര് വീണ്ടും ഈ ക്ലാസ്സിലോട്ട് വരുമ്പോ സ്ലോ ആയിപ്പോ. അതുകൊണ്ടാണ് പിന്നെ റെക്കോർഡ് ഇട്ട് കൊടുത്തത്. അവിടെ മഴ നന്നായിട്ട് പെയ്തോണ്ട് ഇന്നും ഇപ്പൊ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് തുടങ്ങും. ഓക്കെ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലിന്റെ ഉപ്പുറ്റി വേദന മാറുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗയിലെ പോസ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. കാലിന്റെ ഉപ്പുറ്റി വേദന മാറുന്നതിന് വേണ്ടിയിട്ടുള്ള 2 കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഇടത് കാലിന്റെ ആദ്യം മ്യൂട്ട് ഓണാണ്. മ്യൂട്ട് ഓഫ് ആക്കാവോ? മ്യൂട്ട്. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെക്ക് ചെയ്യണേ. മ്യൂട്ട്. നമ്മുടെ ഇടത് കാലിന്റെ തള്ള വരണ്ട പുറത്ത്, വലത് കാലിന്റെ ഉപ്പുറ്റി വയ്ക്കും. അച്ചോ, ഇത് കാലിന്റെ ഉപ്പുറ്റി അതിന് മാറുന്നതിനുള്ള യോഗയിലെ പോസ്റ്ററാണ്. വലത്തോട്ട് ചരിച്ചു കൊടുക്കുക, ഇടത്തോട്ട് ചരിച്ചു കൊടുക്കുക. ചെയ്തേ. 1 2 3 4 5 6. ഓപ്പോസിറ്റ്. മ്യൂട്ട് ചെയ്യാവോ? മ്യൂട്ട്. ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ജീന എന്ന് പറയുന്ന ആളാണോ? ഓക്കെ. മ്യൂട്ട് ഓൺ ആക്കരുത് കേട്ടോ ആരും. വേറെ ഒന്നും കൊണ്ടല്ല, ബാക്കിയുള്ളവർക്ക് ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റില്ല. സംസാരിക്കുന്ന സമയമാകുമ്പോൾ ഓൺ ആക്കുക, എന്നിട്ട് സംസാരിച്ചിട്ട് ഓഫ് ചെയ്താൽ മതി. ചില കുട്ടികളൊക്കെ എടുത്ത് വെച്ച് കളിക്കുന്നതായിരിക്കും, സാരമില്ല. അടുത്ത് നമ്മൾ ചെയ്യാം, ഓപ്പോസിറ്റ് ചെയ്യാം. വലത് കാലിൻ്റെ പുറത്ത് ഇടത് കാലിൻ്റെ തള്ളവരലിൻ്റെ പുറത്ത് ഇടത് കാലിൻ്റെ ഉപ്പുറ്റി എടുത്ത് വയ്ക്കുക. വലത്തോട്ട് ചരിച്ചു കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. റിലീസ് ചെയ്യാം. ഞാനൊന്ന് റിലാക്സ് ആയിട്ടിരിക്കാം. നമ്മുടെ ഫ്രീ ക്ലാസ്സിന് വന്നിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ക്ലാസ്സിലോട്ട് സ്വാഗതം ചെയ്യുവാണ്. ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഈ ക്ലാസ്സിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നമുള്ളവരുണ്ടാവും, ചില ആൾക്കാർ ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവരുണ്ടാവും, ചില ആൾക്കാർ ചുമ്മാ എന്താണോ നോക്കാൻ വന്നവരുണ്ടാവും. അങ്ങനെ പല ആൾക്കാരും ഉണ്ടാവും. സന്ധ്യ ചിരിക്കുവാണ് അത് പറഞ്ഞപ്പോൾ. അങ്ങനെയാണ് വരുന്നത്. ഫ്രീ ക്ലാസ് അല്ലേ, എല്ലാവരും വന്ന് നോക്കും എങ്ങനെയാണെന്ന്. അപ്പം അങ്ങനെ വന്നിട്ടുള്ളതുണ്ടാവും. അപ്പോൾ ആരോഗ്യ പ്രശ്നമുള്ളവർ എന്ത് ചെയ്യുക? നിങ്ങളാൽ പറ്റുന്നത് മാത്രം ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാന കാര്യം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാത്രമേ ചെയ്യാവൂ. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ചെയ്യാൻ പറ്റൂല എന്നല്ല, ഡെയിലി അത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ശരിയായി വരും. പിന്നെ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് എന്തുവേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഡിസ്ക് കംപ്ലൈൻറ്റ്, നട്ടൽ തേയ്മാനമുള്ളവർക്ക് കുനിഞ്ഞിട്ടുള്ളതൊന്നും ചെയ്യാൻ പാടില്ല, അറിയാമല്ലോ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഓരോ പോസ്റ്റേഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യുക? ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ഇപ്പോൾ നമ്മൾ മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റുന്ന രീതിയിലാക്കി ഇട്ടിരിക്കുവാണ്. അത് ഓപ്പൺ ചെയ്തിടുക. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരുന്നതായിരിക്കും. യോഗ എന്ന് പറയുന്നത് 10 വയസ്സായ കുട്ടിക്കും ചെയ്യാം, 100 വയസ്സായ ആളിനും ചെയ്യാം. എല്ലാവർക്കും ഒരു സംശയമാണ്, ഞാൻ പ്രായമായി വയസ്സായി എനിക്ക് യോഗ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ യോഗയ്ക്ക് വയസ്സും കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കി ചെയ്യണം. ചില കാര്യങ്ങൾ ചിലർക്ക് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ ചിലർക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാ കാര്യവും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അത് ഡെയിലി പ്രാക്ടീസാണ്. നിരന്തരമായിട്ട് നമ്മൾ ചെയ്ത് നമ്മുടെ ശരീരം വഴക്കിയെടുക്കുന്നതാണ്.
ഇപ്പോൾ പ്രായമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ബെഡിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓക്കെ, നിങ്ങളൊരു 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ താഴെ ഇരുന്ന് ചെയ്യുന്ന രീതിയിലോട്ട് നിങ്ങളുടെ ശാരീരികമായി മാനസികമായിട്ട് മാറ്റം ഉണ്ടാവും. അപ്പോൾ അതുവരെ ബെഡിലിരുന്ന് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. തലേണ എന്തെങ്കിലും നടുവിൽ വെച്ച് ചാരി ഇരുന്ന് ചെയ്യാം. ഇങ്ങനെ എപ്പോഴും കാലിങ്ങനെ മടക്കിയിരിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഇരുന്ന് എന്ത് ചെയ്യുക ചെയ്താൽ മതി. ഒരാഴ്ചത്തെ ഫ്രീ ക്ലാസ് ചെയ്ത് നോക്കുക, എന്തായാലും നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും. ചെയ്ത് നോക്കണം, എന്തായാലും ഫ്രീ ക്ലാസ്സിൽ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇതിലൂടെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് അറിയാമല്ലോ. ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു 10 ദിവസം ഈ ഒരു 7 ദിവസത്തെ ക്ലാസ്സിനകത്ത് വെച്ച് എന്തിനാണ് യോഗ ചെയ്യുന്നത്, യോഗ ചെയ്താൽ എന്തൊക്കെ ഗുണം കിട്ടുമെന്നെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ. ഓക്കെ, ഞാൻ അങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്. കാരണം എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് എൻ്റെ സ്റ്റുഡൻസ് ആര് നമ്മുടെ ക്ലാസ്സിൽ വന്നാലും ഞാൻ ഓരോ യോഗയെക്കുറിച്ചുള്ള ഗുണം പറഞ്ഞു കൊടുത്ത് ആണ് അവരെ ക്ലാസ്സിൽ ഇരുത്തുന്നത്. കാരണം എന്നാൽ മാത്രമേ അവർക്ക് എന്ത് തോന്നുള്ളൂ, ഇഷ്ടം തോന്നുള്ളൂ. ഒരു ശ്വാസം എടുക്കണമെങ്കിൽ തന്നെ യോഗ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമില്ല, അറിയാമല്ലോ നിങ്ങൾക്ക്. യോഗ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. എല്ലാവർക്കും സൂംബ, ജിം ഇതൊക്കെയാണ് ഇഷ്ടം. ആർക്കും അങ്ങനെ യോഗ പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടാണ്. യോഗ ചെയ്യാൻ സിമ്പിളാണ്. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് തളർന്ന് കഷ്ടപ്പാടാണ്. പക്ഷേ സൂംബ ഡാൻസ് ആയാലും അങ്ങനെയാണ്, നോൺ സ്റ്റോപ്പാണ്. നമ്മൾ ഡാൻസ് കളിച്ച് തളർന്ന് ഒരു പരുവോ, അതൊന്നും നല്ലതല്ല എന്നല്ല പറയുന്നത്. പക്ഷെ അതിനെ അപേക്ഷിച്ച് യോഗയ്ക്ക് അത്ര കഷ്ടപ്പാടില്ല. ഇപ്പം നിങ്ങൾ ഇത്രയും സമയം ചെയ്ത് എന്തെങ്കിലും കഷ്ടപ്പാട് തോന്നുന്നുണ്ടോ? പക്ഷെ കാണുമ്പോൾ വിചാരിക്കും വേർത്തില്ലല്ലോ, എനിക്കൊരു ഗുണവും കിട്ടിയില്ലെന്ന്. നമ്മുടെ പുറമേ അല്ല ഗുണം കിട്ടുന്നത്, നമ്മുടെ ആന്തരികമായിട്ട് മെൻ്റലി ഫിസിക്കലിയാണ്. നമ്മുടെ ആന്തരിക അവയവങ്ങൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും. യോഗ എന്ന് പറയുന്നത് സർവ്വ നാഡി ഞരമ്പുകൾ സെല്ലുകളൊക്കെ ആക്റ്റീവ് ആവുന്ന പ്രോസസ്സാണ്. ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യും, തലച്ചോറ് നന്നായിട്ട് വർക്ക് ചെയ്യും, നമ്മുടെ തല മുതൽ പാദം വരെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കും. കാഴ്ചയിലൊന്നും തോന്നൂല, നമ്മൾ വേർത്തില്ല, ഇത് നിസ്സാരം, ഇതിലെന്തെങ്കിലും കിട്ടുമോ എന്ന് ചിന്തിക്കും. പക്ഷേ 1-2 മാസം ചെയ്യുമ്പോൾ അറിയാൻ പറ്റും, മെൻ്റലി നല്ല റിലാക്സേഷൻ കിട്ടും, സെൽഫ് ലവ് ഉണ്ടാവും. നമുക്കിപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ നമ്മൾ വിചാരിക്കില്ലേ, ഞാൻ നിറം കുറവാണെങ്കിൽ പല്ല് കൊള്ളില്ല, എന്നും രാവിലെ എണീക്കുന്നു, ആഹാരം വയ്ക്കുന്നു, ഉറങ്ങുന്നു, എന്ത് ജീവിതമാണെന്നുള്ളൊരു ചിന്താഗതിയിലൂടെയാണ് സാധാരണ വീട്ടമ്മ അവർ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് ആ യോഗ ചെയ്യുന്നതിലൂടെ സെൽഫ് ലവ് ഉണ്ടാവും. സ്വന്തമായിട്ട് നമ്മളെ തന്നെ സ്നേഹിക്കും. ഇനി ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ലൈഫിൽ എന്നൊക്കെ നമുക്ക് ജീവിക്കാനൊക്കെ ഒരു തോന്നലും ഒരു കോൺഫിഡൻറ്റ് ധൈര്യമൊക്കെ നമ്മളിൽ ഉണ്ടായി വരും. അത് യോഗ നമുക്ക് തരുന്നൊരു ചേഞ്ചാണ്. അതിങ്ങനെ ഡെയിലി നമ്മൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുമോ അതിലൂടെ എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നുണ്ടോ. ഇതിൽ യോഗ ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോൾ ഫ്രീ ക്ലാസ്സിന് വന്നിട്ടുള്ളവർ യോഗ ചെയ്തിട്ടുണ്ടാകും, വർഷങ്ങൾ മുമ്പ് ചെയ്ത് അതിൻ്റെ ഗുണങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ മടിയായതുകൊണ്ട് വേറൊരു ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ വേറൊരാളെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്യാമായിരുന്നു എന്ന് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ച് വരുന്നവരുണ്ട്. അത് നമ്മുടെ സ്റ്റുഡൻസ് കുറേ പേര് അങ്ങനെ വന്നിട്ടുള്ളവരാണ്. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ 10 ദിവസം ചെയ്തിട്ട് പിന്നെ ബ്രേക്ക് ആവും, പിന്നെ നടക്കൂല. പക്ഷെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനോ എവിടെയെങ്കിലും ജോയിൻ ചെയ്താൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത ട്രെയിനർ ഉള്ളപ്പോൾ നമുക്കൊരു ഇഷ്ടമാണ് വരാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നും. അതാണ്. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം യോഗ ചെയ്യാം. ഓൺലൈൻ ക്ലാസ്സാണ്. നിങ്ങളുടെ ശരീരം നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. അറിയാലോ, നിങ്ങൾക്കൊരു തലാറക്കോ ക്ഷീണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും എനിക്ക് എടുത്തു തരാൻ പറ്റില്ല. അറിയാലോ, അവരവരുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ പരസ്പരം സഹായിക്കാം. ഇതൊന്നും നടക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ആരോഗ്യം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പീരീഡ് സമയത്ത് യോഗ ചെയ്തു, എന്നോട് പറഞ്ഞില്ല. ആളിന് തലാറക്കം പോലെ തോന്നി. എന്നിട്ട് ആൾ അതൊന്നും കുഴപ്പമില്ലെന്ന് വിചാരിച്ച് ചെയ്ത് തലാറങ്ങി വീണെന്ന് പിന്നീട് ഫീഡ്ബാക്ക് പറഞ്ഞു എന്നോട്. പീരീഡ് സമയത്ത് യോഗ ചെയ്യാൻ പാടില്ല, 4 ദിവസം 3 അല്ലെങ്കിൽ 4 ദിവസം റെസ്റ്റ് എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ആരോഗ്യം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ യോഗ ചെയ്യുമ്പോൾ ചിലർക്ക് തല ഇറങ്ങും, ചിലപ്പം തല ഒരു പെരിപ്പ് പോലെ തോന്നും. അത് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതാണ്. നമ്മൾ അനങ്ങാതിരിക്കുന്ന ബോഡിയുടെ പാർട്ടെല്ലാം ആണെങ്കിൽ നമ്മുടെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുമ്പോൾ നമുക്ക് തലയ്ക്കൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് പോകും. കുറച്ച് സമയം എന്ത് ചെയ്യുക, ക്യാമറ ഓഫ് ചെയ്തിട്ട് അവിടെ മിണ്ടാതിരിക്കണം. നാളെയും ചെയ്യാമല്ലോ ഇതിൻ്റെ ബാക്കി എന്ന് നമ്മൾ വിചാരിക്കണം സ്വന്തമായിട്ട്. എന്നിട്ട് അത് അടുത്ത ദിവസമാകുമ്പോൾ നമുക്കത് ശരിയായി വരും, ബോഡി ഓക്കെ ആയി വരും. അന്നൊരു ദിവസം ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയാലും പിറ്റേ ദിവസം ആകുമ്പോൾ എന്താണ് ഓക്കെ ആയി വരും. ഇന്ന് ഒരുപാട് ചെയ്യിപ്പിക്കാത്ത എന്തുകൊണ്ടാണ്, ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടയേർഡായിപ്പോൾ, നിങ്ങൾക്ക് അതിനുള്ള എനർജി ഇല്ല. ഇതിലെന്തിനാ ജിമ്മിലോ വർക്കൗട്ട് സ്വന്തമായിട്ടൊക്കെ വർക്കൗട്ട് വീട്ടിൽ കിടന്ന് ചെയ്യുന്നവർക്കാകുമ്പോൾ കുറച്ചൊരു എനർജി ഉണ്ടാവും. അല്ലാതെ പെട്ടെന്നൊരു നിമിഷം ഫോണിൽ ഒരു യോഗ ക്ലാസ് കണ്ട് നോക്കാമെന്ന് വിചാരിച്ച് വെറുതെ വന്നിരിക്കുന്നവരുണ്ടാവും. പക്ഷെ അവർക്ക് എന്താണ് അതിനുള്ള എനർജി ഇല്ല. അവർക്ക് ആ എനർജി ഉണ്ടാക്കണം. ഇനി ഡെയിലി പ്രാക്ടീസ് ചെയ്ത് അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു എനർജി ഉണ്ടാകത്തുള്ളൂ. ഈ ഒരാഴ്ച 7 ദിവസമാണ് ക്ലാസ്. എല്ലാവരും മാക്സിമം മുടങ്ങാതെ ഒരു ടൈം അല്ലെങ്കിൽ വേറെ ടൈം കയറാം, ഇഷ്ടമുള്ള ഏത് ടൈം വേണോ കയറിക്കോ. ഇനി 2 ടൈം കയറണമെങ്കിൽ 2 ടൈം കയറിക്കോ. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് യോഗയുടെ ഗുണങ്ങളൊക്കെ എന്ത് ചെയ്യും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഡെയിലി പറഞ്ഞു തരും. ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തന്നു ഏത് പ്രായക്കാർക്ക് യോഗ ചെയ്യാം, എന്തുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ അറിയേണ്ട കാര്യം നിങ്ങളുടെ ആരോഗ്യം എന്താണെന്ന് നോക്കുക, അതനുസരിച്ച് എന്ത് ചെയ്യുക, യോഗ ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ ഓരോ ദിവസം യോഗയെക്കുറിച്ച് ഓരോ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞ് തരും. ഓക്കെ, ചില ആൾക്കാർക്ക് അടിപൊളിയായിട്ട് യോഗ ചെയ്യാൻ പറ്റും, തലകുത്തനെ വേണമെങ്കിൽ നിൽക്കാം. പക്ഷെ അത് അവരുടെ ആരോഗ്യമാണ്. അതുപോലെ നമ്മളത് കണ്ട് എന്ത് ചെയ്യരുത്, അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാം, പക്ഷേ അബദ്ധം കാണിക്കരുത്. മനസ്സിലായോ, അബദ്ധം കാണിക്കരുത്. നമ്മൾ വീട്ടിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് എന്താണ് നമ്മളത് കഴിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് വരുമ്പോൾ നമ്മളെ ബോഡി സെറ്റായി വരും. അപ്പോൾ നമുക്ക് അതിലോട്ട് പതിയെ എത്താം. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യരുത്, എല്ലാം ചെയ്യണമെന്ന് എന്ത് ചെയ്യരുത്, ആഗ്രഹിക്കരുത്.
ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ക്ലാസ് പറ്റുന്നുണ്ട്. ഓക്കെ, ഗുഡ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന എഴുന്നേറ്റ് നിന്നിട്ട് കുറച്ച് വർക്കൗട്ട് ചെയ്യും. നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ലൂസാക്കുന്നതിന് കുറച്ച് വർക്കൗട്ട് ചെയ്തിട്ട് 1-2 നിന്നിട്ടുള്ള പോസ്റ്റേഴ്സ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും എണീച്ചെന്നുള്ളൂ. ചാടി എണീച്ചോ സന്ധ്യ, ചാടി എണീച്ചോ. സാവധാനം റിലാക്സ് ആയിട്ട് നിൽക്കുക. രണ്ട് കാലൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. കൈ റൊട്ടേറ്റ് ചെയ്ത് 1 2 3 4 5 6. ഓപ്പോസിറ്റ് 1 2 3 4 5 6. കൈയൊക്കെ ഒന്ന് വീശി കൊടുത്ത് ഓരോ കൈ വീതം ഉയർത്തേം താഴ്ത്തേം ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. കൈയൊക്കെ ഒന്ന് വീശി കൊടുക്കാം. രണ്ട് കൈ സ്ട്രൈറ്റ് ആക്കി വെച്ച് 1 2 3 4 5 6 7 8 9 10. കൈയൊക്കെ ഒന്ന് വീശി കൊടുക്കാം. രണ്ട് കൈ ഇങ്ങനെ വെച്ച് 1 2 3 4. ചെയ്തെല്ലാവരും 1 2 3 4 1 2 3 4 1 2 3 4. കൈയൊക്കെ ഒന്ന് വീശ. രണ്ട് കൈ ഇടുപ്പിലോട്ട് വെച്ച് റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. ഓപ്പോസിറ്റ് 1 2 3 4 5 6. സാധാരണ റിലീസ് ചെയ്യുക. രണ്ട് കൈ പുറകെ കെട്ടിയേ. റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരിക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ പുറകെ കെട്ടുക. തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ച് റിലാക്സ് ആയിട്ട് നിൽക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാധാരണ പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാധാരണ പുറത്തേക്ക് വിടാം. റിലാക്സ് ആയിട്ട് നിൽക്കുക. സാധാരണ തിരിച്ചു വരെ എല്ലാവരും നടന്നേ. കൈ വീശി 1 2 3 4 5 6 7 8 9 10. ഓടിയ 1 2 3 4 5 6 7 8 9 10. ഗുഡ്. റിലാക്സ് ആയിരിക്കുക. സാധാരണ തിരിച്ചു വരാം. രണ്ട് കാല് ചേർത്ത് വയ്ക്കുക. രണ്ട് കൈ ചേർത്ത് വയ്ക്കുക. യോഗ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് താടാസന. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ മുകളിലേക്ക് ഉയർത്തുക. ലോക്ക് ചെയ്ത് നന്നായിട്ട് മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് നിങ്ങളുടെ നേരെ കാണുന്നൊരു പോയിന്റിലോട്ട് നോക്കുക. സാധാരണ കാലിൻ്റെ ഉപ്പുറ്റി കൂടെ ഉയർത്തി കൊടുത്തേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാധാരണ കാല് താഴെ വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. ഒരിക്കലും ചെയ്യാം. ഇതിൻ്റെ പേര് താടാസനയാണ്. ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് ഉയർത്തുക. ലോക്ക് ചെയ്തേ. നന്നായിട്ട് ബോഡി മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. നിങ്ങളുടെ നേരെ കാണുന്ന ഒരു പോയിന്റിലോട്ട് നോക്കിയ സൂക്ഷ്മമായിട്ട് സാധാരണ കാലിൻ്റെ ഉപ്പുറ്റി ഉയർത്തി കൊടുത്തേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാധാരണ കാല് താഴെ വയ്ക്കുക. ശ്വാസം എടുത്ത് കൈ റിലീസ് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് നിൽക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്തേ. രണ്ട് കൈ പുറകെ കെട്ടിയേ. കണ്ണടച്ച് റിലാക്സ് ആയിട്ട് നിൽക്കുക. നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ പേര് താടാസനയാണ്. കുട്ടികൾക്ക് പൊക്കമില്ലാത്ത കുട്ടികൾക്ക് പൊക്കം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. കാഴ്ചശക്തി കൂടുന്നു. കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നു. മറവി മാറുന്നു. പ്രായമായവരിൽ കണ്ടുവരുന്ന മറവി മാറുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ ബോഡി ബാലൻസ് ആവുന്നു. ഇയർ ബാലൻസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക്, തലകറക്കം, നടക്കുമ്പോൾ മറിഞ്ഞു വീഴുന്ന ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറുന്നതിന് വേണ്ടി സഹായിക്കുന്ന യോഗയിലെ ഏറ്റവും നല്ലൊരു പോസ്റ്ററാണ് താടാസനം.
ഓരോ പോസ്റ്ററിന് ഓരോ ഗുണങ്ങളുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ്, ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യും. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന അർത്ഥമായിട്ട് ചക്രാസനയാണ്. 2 കാല് ചേർത്ത് വയ്ക്കുക, 2 കൈ ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ മുകളിലേക്ക് ഉയർത്തി ചെവിയോട് ചേർത്ത് വയ്ക്കുക. ഒന്ന് ലിഫ്റ്റ് ചെയ്യുക, മുകളിലോട്ട് ഉയർത്തി സാവധാനം ഓപ്പോസിറ്റ് സൈഡിലോട്ട് ചരിഞ്ഞിരിക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യും. ഗുഡ്. ഓപ്പോസിറ്റ്. ഇടത് കൈ ശ്വാസം എടുത്ത് ഉയർത്തുക, ചെവിയോട് ചേർത്ത് വെച്ച് മുകളിലോട്ടൊന്ന് വലിച്ചു പിടിക്കുക. സാവധാനം ഓപ്പോസിറ്റ് സൈഡൊന്ന് സ്ട്രെച്ച് ചെയ്തിരിക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. 2 കാല് ഓപ്പൺ ചെയ്യുക, 2 കൈ പുറകെ കെട്ടിയേ. കണ്ണടച്ച് റിലാക്സ് ആയിട്ട് നിൽക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കാം. സാവധാനം പുറത്തേക്ക് വിടാം. റിലാക്സ് ആയിട്ട് നിൽക്കുക. സാവധാനം തിരിച്ചു വരാം. എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ ആണോ ഇങ്ങനെ കാണിച്ചേ. ഓക്കെ ആണ്. 2 കാല് ചേർത്ത് വയ്ക്കുക, 2 കൈ ചേർത്ത് വയ്ക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാദഹസ്താസന. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈ മുകളിലേക്ക് ഉയർത്തി ലോക്ക് ചെയ്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. മുകളിലോട്ട് ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നിലോട്ട് വന്ന് എവിടെയാണോ പറ്റുന്നത് അവിടെ ടച്ച് ചെയ്ത് കൊല്ലി ചെയ്യുന്നത്. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യാം. ഇതിൻ്റെ കൗണ്ടർ പോസ്റ്റാണ് ചെയ്യുന്നത്. നടുവേദന, നട്ടൽ തേയ്മാനമൊക്കെ ഉള്ളതൊക്കെ ചെയ്യണം. നടുവേദന മാറാൻ വേണ്ടി സഹായിക്കും. 2 കൈ ഇങ്ങനെ പുറകിൽ വെച്ചോ. ശ്വാസം എടുത്തുകൊണ്ട് പുറകിലേക്ക് വളഞ്ഞ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പുറകിലോട്ട് വളഞ്ഞ് ചെയ്യുന്നേ. അങ്ങനെ നിന്ന് അനങ്ങാതെ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം ശ്വാസം എടുത്ത് വരാം. മുന്നിലോട്ട് വന്നേ. ജസ്റ്റ് ഒന്ന് ഇതുവരെ വന്നതിന് ശേഷം സാവധാനം റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ട് നിൽക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു ദേവീ ആസനമാണ് ചെയ്യുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ശ്വാസം എടുത്ത് കൈ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇങ്ങനെ നിന്നേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ട് എല്ലാവരും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു ബാലൻസിങ് പോസാണ് ചെയ്യുന്നത്. ശ്വാസം എടുത്ത് കൈ ഉയർത്തിയോ. കാലിനെ മടക്കി ഇങ്ങനെ വെച്ച് ഹോൾഡ് ചെയ്യുക. നിങ്ങളുടെ നേരെ കാണുന്ന ഒരു പോയിന്റിലോട്ട് നോക്കിയേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം കാല് താഴെ വയ്ക്കാം. കൈ ഒരിക്കൽ കൂടെ മുകളിലോട്ട് വലിച്ചു പിടിച്ച് ഓപ്പോസിറ്റ് ഇടത് കാൽ മടക്കി ഹോൾഡ് ചെയ്തേ. നിങ്ങളുടെ നേരെ കാണുന്ന ഒരു പോയിന്റിലോട്ട് നോക്കാം. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം കാല് താഴെ വയ്ക്കാം. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. സാവധാനം ഇരുന്നോളൂ. റിലാക്സ് ആയിട്ടിരിക്കുക. 2 കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരുന്നു. റിലാക്സ് ആയിട്ടിരിക്കുക. എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ? പുതിയ ആൾക്കാർക്കൊക്കെ പറ്റുന്നുണ്ടോ? എല്ലാം 2 കാലുകൾ മടക്കി കുത്തി വെച്ച് 2 കാലം മടക്കി കുത്തി വെക്കുക. വലത്തോട്ട് ഇടത്തോട്ട് ചരിച്ചു കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10.
സാവധാനം റിലാക്സ് ആയിട്ടിരിക്കുക. ഇത് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് അറിയോ? ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കിട്ടും. കിടന്നിട്ട് ഇത് ചെയ്താൽ, കിടന്നിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കിട്ടും. നടുവേദന മാറുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. നടുവേദന ഉള്ളവർക്ക് നടുവേദന മാറാൻ വേണ്ടി സഹായിക്കും. നിങ്ങൾ ഒരുപാട് സമയം പ്രാണായാമയൊക്കെ ചെയ്യുവാണ്, ഒരുപാട് സമയം ഇരുന്നിട്ടുള്ള പോസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നട്ടല് നമ്മുടെ ബട്ടക്സ് ഒക്കെ ഒരു വേദന ആയിരിക്കും. കുറേ സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെയൊക്കെ ഒരു പെയിൻ ആയിരിക്കും, അതൊക്കെ മാറും. ഇവിടെ നല്ല റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നടുവിൻ്റെ അവിടെ ബട്ടക്സ് തുടയുടെ ഭാഗമൊക്കെ നല്ല ഫ്രീ ആവും. ഇങ്ങനെ ചെയ്യുമ്പോൾ റിലാക്സേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് കിടന്നിട്ട് ഉറക്കമില്ലാത്തവർക്ക് ഇത് ചെയ്യുന്നത് ഉറക്കം കിട്ടാൻ വേണ്ടി സഹായിക്കും. ഉറക്കമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും രാത്രി ഉറക്കമില്ലാതെ ചുമ്മാ കിടക്കുമല്ലോ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബ്രീത്തിൽ ശ്രദ്ധിച്ച് ചെയ്യണം. എന്തെങ്കിലും ആലോചിച്ച് ഇങ്ങനെ ചെയ്തിട്ടൊരു കാര്യമല്ല, നമ്മൾ ബ്രീത്തിൽ ശ്രദ്ധിച്ച് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കിടന്നിട്ടാണ് ചെയ്യുന്നത്. കിടന്നിട്ട് ചെയ്യാൻ ഞാൻ കാണിക്കുന്ന പോലെ ചെയ്യാൻ പറ്റാത്തവർ കിടന്നിട്ട് ചെയ്താൽ മതി. 2 കൈ കുത്തി നിൽക്കുക, പുറകിൽ 2 കൈ കുത്തി ജസ്റ്റ് നിൽക്കുക പുറകിലോട്ട്. ഇന്നോ ശ്വാസം എടുത്തുകൊണ്ട് വലത് കാലം ഉയർത്തുക, ശ്വാസം പുറത്തേക്ക് വിട്ട് താഴെ വയ്ക്കുക. പറ്റാത്തവർ കിടന്നോളാം പുറകിലോട്ട്. ശ്വാസം എടുത്ത് ഇടത് കാലം ഉയർത്തുക, ശ്വാസം പുറത്തേക്ക് വിട്ട് താഴെ വയ്ക്കുക. ഷോൾഡർ പെയിനൊക്കെ ഉള്ളവരിങ്ങനെ നിൽക്കരുത് കേട്ടോ, പെയിൻ കൂടും. കിടന്ന് ചെയ്തോളൂ. 1 2 1 2 1 2 1 2 1 2 1 2. കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കാം. രണ്ട് കാലം ഒരുമിച്ച് മുകളിലേക്ക് ഉയർത്തി ക്രോസ് ചെയ്താക്കാൻ പറ്റുമോ നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10. റിലാക്സ് ആയിട്ട് കിടക്കാം. കൈ കുത്തി നിൽക്കുന്നവർ എണീച്ച് വന്നോളൂ. അല്ലാതെ കിടക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് വലത് സൈഡിലോട്ട് ചരിഞ്ഞ് സാവധാനം എഴുന്നേറ്റിരിക്കുക. റിലാക്സ് ആയിട്ട് വന്നിരിക്കാം. ആരാധ്യക്ക് ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? ചിരിച്ചോണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു. എത്ര വയസ്സുണ്ട്? എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? ശരി, ഓക്കെ. അവിടെ യോഗ എന്തൊക്കെ ചെയ്യോ? സൂര്യ നമസ്കാരമൊക്കെ ചെയ്യോ? സൂര്യ നമസ്കാരം ചെയ്യും, ചക്രാസനം ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും, എല്ലാം ചെയ്യും. അടിപൊളി. ഓക്കെ, ഗുഡ്. ഇതേപോലെ പോണം കേട്ടോ. അപ്പൊ അടിപൊളിയാണ്, അടിപൊളി മോളൂസാണ്. ഓക്കെ, ഗുഡ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. അതുപോലെ പഠിക്കാൻ വേണം, നന്നായിട്ട് പഠിക്കാൻ വേണം. അതിൻ്റെ ഒപ്പം ഇതും കൂടെ കൊണ്ടുപോകണം. ഓക്കെ, മെഡിക്കായിട്ട് വരണം. ഓക്കെ, നല്ല ചിരിയാണല്ലോ. മോളുടെ അമ്മയടുത്ത് ജോയിൻ ചെയ്യാൻ പറയും ക്ലാസ്സിന്. അമ്മക്ക് ഇഷ്ടമല്ലേ ക്ലാസ്? യോഗ ഇഷ്ടമല്ല? അമ്മ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ ക്ലാസ്സിലും ഉണ്ടായിരുന്നു. അമ്മ റെക്കോർഡഡ് ക്ലാസ്സിന് ചേരാന്ന്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രാണായാമം ചെയ്യാൻ പോവുകയാണ്. നട്ടലൊക്കെ സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക, ഷോൾഡറൊക്കെ ഓപ്പൺ ചെയ്ത് റിലാക്സ് ആയിട്ടിരിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടാം. നമ്മൾ ഇടത് കൈ ചിമ്മുദ്ര വയ്ക്കുക. നമ്മുടെ ചൂണ്ടുവിരലും തള്ളവിരലും തമ്മിൽ ടച്ച് ചെയ്ത് ഇടത് കാലിലെ തുടയുടെ പുറത്ത് വയ്ക്കുക. വലത് കൈ നാസിക മുദ്ര. നമ്മുടെ ചൂണ്ടുവിരലും മടക്കുക, നടുവിരലും മടക്കുക. ചൂണ്ടുവിരലും മടക്കുക, നടുവിരലും മടക്കുക. നമ്മുടെ മോതിരം ഇടുന്ന വിരലും തള്ളവിരലും കൊണ്ട് 2 മൂക്ക് അടച്ചു പിടിക്കും. അടച്ചു പിടിച്ചോ? ഇങ്ങനെയാണ് ചെയ്യുന്നത്. കൈ ഇങ്ങനെ തന്നെ കാലിൻ്റെ പുറത്ത് വെച്ചോ. 2 കൈ കാലിൻ്റെ പുറത്തേക്ക് വെച്ചോ. കാലിൻ്റെ പുറത്തൊക്കെ വെച്ചോളൂ. 3 പ്രാവശ്യം നമ്മൾ ശ്വാസം എടുക്കണം. എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിലാക്സ് ആയിട്ടിരിക്കുക, നന്നായിട്ട് ശ്വാസം എടുക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ,
സാവധാനം കണ്ണടയ്ക്കുക. രണ്ട് മൂക്കിൽ കൈ കൊണ്ട് അടച്ചേ. ഇടത് മൂക്ക് ഓപ്പൺ ചെയ്യുക. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിച്ചേ. ബ്രീത്ത് ഹോൾഡ് ചെയ്ത്. വലത് മൂക്ക് ഓപ്പൺ ചെയ്യുക. വലത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിച്ചേ. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ഇടത് മൂക്ക് ഓപ്പൺ ചെയ്യുക. ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. വലത് മൂക്ക് ഓപ്പൺ ചെയ്യുക. വലത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിച്ച് ബ്രീത്ത് ഹോൾഡ് ചെയ്ത്. ലാസ്റ്റ് എക്സിലേഷൻ ആണ്. പറ്റുന്ന അത്രയും ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ഇടത് മൂക്ക് ഓപ്പൺ ചെയ്യുക. ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. സാവധാനം കൈ റിലീസ് ചെയ്യുക. കണ്ണടച്ചിരിക്കുക. ഇൻഹേൽ എക്സേൽ. നോർമൽ ബ്രീത്ത്. ഇൻഹേൽ ആൻഡ് എക്സേൽ. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ഇൻഹേൽ ഇൻഹേൽ എക്സേൽ. ഇൻഹേൽ എക്സേൽ. സാവധാനം കണ്ണുറക്കുക. റിലാക്സ് ആയിട്ടിരിക്കുക. ഇത് നാഡീശുദ്ധി പ്രാണായാമമാണ്. ഇത് ചെയ്യുന്നത് ഇടത് മൂക്കിലൂടെ തന്നെ തുടങ്ങണം. ഇടത് മൂക്കിലൂടെ തന്നെ സ്റ്റോപ്പ് ചെയ്യണം. ഇടത് മൂക്കിലൂടെ തന്നെ നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ ഇടത് മൂക്ക് ഇങ്ങനെ മാറി മാറി ചെയ്തിട്ട് അവസാനം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഏത് മൂക്കിലൂടെ ആയിരിക്കണം? ഇടത് മൂക്കിലൂടെ തന്നെ സ്റ്റോപ്പ് ചെയ്യണം. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിലൂടെ എടുക്കുന്നത് 4 സെക്കൻഡ്. 1 2 3 4 4 സെക്കൻഡ്. പുറത്തേക്ക് വിടുന്നത് 8 സെക്കൻഡ്. 1 2 3 4 അങ്ങനെ 8 സെക്കൻഡ് പുറത്തേക്ക് വിടും. എടുക്കുന്നത് 4, പുറത്തേക്ക് വിടുന്നത് 8. നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്, പിടിച്ചു വയ്ക്കുന്നത് ശരിക്കും 16 സെക്കൻഡാണ് പിടിച്ചു വയ്ക്കുന്നത്. നമ്മുടെ ശ്വാസകോശം അത്രയും പിടിച്ചു വയ്ക്കേണ്ട കപ്പാസിറ്റി ഇല്ല. അത് ഒരുപാട് ഡെയിലി യോഗ ചെയ്യുന്ന അത്രയും നല്ല ലെൻസ് കപ്പാസിറ്റി ഉള്ളവർക്ക് അത്രയും ഹോൾഡ് ചെയ്യാൻ പറ്റും 16 സെക്കൻഡ്. അപ്പം നിങ്ങളായാലും ഡെയിലി പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ 3-4 മാസം കഴിയുമ്പോൾ നിങ്ങൾക്കും പറ്റും. ഇപ്പോൾ നോർമലി ഒരു ബിഗിനേഴ്സ്, നിങ്ങൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരാൾക്ക് അത്രയും പറ്റില്ല. 2 മൂക്ക് അടച്ചു പിടിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയില്ലേ? ചിലർക്കെങ്കിലും തോന്നി. അത് ലെൻസിൻ്റെ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഡെയിലി യോഗ ചെയ്യുമ്പോൾ കപ്പാസിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ എക്സേൽ ചെയ്ത് പറഞ്ഞത്. ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറയുന്നത് 4 പ്രാവശ്യം എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നത് 8 പ്രാവശ്യം, പിടിച്ച് വയ്ക്കുന്നത് 16 ശരിക്കും കണക്കെന്ന് പറയുന്നത്. നോർമൽ ഒരാൾക്ക് 12 വരെ പറ്റും. തീരെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു 5-6 വരെ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അവരുടെ ആരോഗ്യം പോലെ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഹോൾഡ് ചെയ്യണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യണ്ട. ഇങ്ങനെ ചെയ്ത് പുറത്തേക്ക് വിടുന്നു, വീണ്ടും എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ഹോൾഡ് ചെയ്യാതെയും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഹോൾഡ് ചെയ്ത് ചെയ്യുന്ന അനുസരിച്ച് ലെൻസിൻ്റെ കപ്പാസിറ്റി കൂടും. ഒരുപാട് സമയം ഹൈ BP ഉള്ളവർ ഹോൾഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. നല്ല ഹൈ BP മെഡിസിനൊക്കെ കഴിക്കുന്നവർക്ക് ഒരുപാട് സമയം ഹോൾഡ് ചെയ്യാൻ പാടില്ല. ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് തലച്ചോറിനകത്ത് പോകും. നന്നായിട്ട് ഫാസ്റ്റിന് നടക്കും. അറിയാലോ, ഹൈ BP ഉള്ളവർക്ക് ഒരുപാട് ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് സ്പീഡിന് തലയിലോട്ട് പോകാൻ പാടില്ല. അപ്പോൾ അത് പ്രഷറാണ്, അറിയാമല്ലോ. അതുകൊണ്ട് ഹൈ BP ഉള്ളവർക്ക് ഒരുപാട് സമയം ഹോൾഡ് ചെയ്യാൻ പാടില്ല. അതെയും ചെയ്താൽ മതി. ഇടത് മൂക്കിലൂടെ തന്നെ തുടങ്ങണം, ഇടത് മൂക്കിലൂടെ തന്നെ സ്റ്റോപ്പ് ചെയ്യണം. പ്രാണായാമം ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ലെൻസിൻ്റെ കപ്പാസിറ്റി കൂടും, നല്ല ഉറക്കം കിട്ടും, സൗന്ദര്യം വർദ്ധിക്കും, വെയിറ്റ് കുറയേണ്ടവർക്ക് വെയിറ്റ് കുറയും, വെയിറ്റ് കൂടേണ്ടവർക്ക് കൂടും. അതുപോലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും, എപ്പോഴും സന്തോഷമായിരിക്കും, ഡിപ്രഷൻ മാറും. അതുപോലെ ഓവർ തിങ്കിങ്, ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടുക, ഞാൻ എന്തിന് ജീവിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഉണ്ടല്ലോ വെറുതെ ആവശ്യമില്ലാതെ, ആ ചിന്താഗതിയൊക്കെ മാറും. നമുക്ക് സെൽഫ് ലവ് ഉണ്ടാകും, നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടം തോന്നാനൊക്കെ സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രാണായാമയ്ക്ക്. ഇത് പറഞ്ഞാൽ തീരില്ല, അത്രയും ഗുണങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞതാണ്, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രാണായാമയ്ക്ക്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, പ്രാണായാമം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മടുപ്പാണ്. ശ്വാസം എങ്ങനെ എടുക്കുന്നു, പുറത്തേക്ക് ഇടുന്നു, പിന്നെ മൂക്കൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ, കാരണം മടുപ്പ് വന്നു.
ഈ പ്രാണായാമം ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസം എടുത്ത് പുറത്തേക്ക് ക്ഷമ വേണം അല്ലേ, കുറച്ച് സമയം ഇരിക്കാൻ ഈ ക്ഷമ വേണം. ക്ഷമ എന്ന് പറഞ്ഞ സമയം നമുക്ക് ആർക്കും ഇല്ല. ഇപ്പോൾ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലേ മാറി. ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് എല്ലാം വേണം ചെയ്യണം എന്നുള്ള ഒരു കാലത്താണ് ജീവിക്കുന്നത്. ഇവിടെ കിട്ടിയില്ലെങ്കിൽ അപ്പുറത്ത് കിട്ടിയില്ലെങ്കിൽ അപ്പുറത്ത്, ആ ഒരു ലൈഫിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ് എല്ലാവരും. അപ്പോൾ എന്ത് ചെയ്യുക, അതുകൊണ്ടാണ് പ്രാണായാമയുടെ ഗുണങ്ങൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നിങ്ങൾ പ്രാണായാമം ചെയ്തപ്പോൾ അത്ര ഇഷ്ടമൊന്നും തോന്നിയില്ലായിരിക്കും, പക്ഷേ ഇത്രയും ഗുണം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ കുറച്ചും കൂടെ ചെയ്യണമായിരുന്നു എന്ന് തോന്നുന്നില്ലേ ആർക്കും? തോന്നുന്നുണ്ട്. ഓക്കെ, പക്ഷെ ആരാധിക്ക് തോന്നുന്നില്ലേ ചെയ്യണമെന്ന് വീണ്ടും? ആരാധിക്ക് സൗന്ദര്യം വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ കൊള്ളാം, അടിപൊളി. കുഴപ്പമില്ല, ചെയ്യാം, അല്ലെങ്കിൽ അല്ലേ? ഓക്കെ, അത് കുട്ടിയായിരുന്നിട്ട് യോഗ ചെയ്യാൻ വന്നിരിക്കുന്നില്ല. അത് തന്നെ വലിയൊരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രായമുള്ളവരെ വിളിച്ചിട്ട് വരുന്നില്ല യോഗ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കുട്ടി വന്നിരിക്കുന്നില്ല. അത് ആ കുട്ടീൻ്റെ മനസ്സിൽ ആ യോഗയുടെ ഉള്ളൊരു ഇഷ്ടം കൊണ്ടാണ്. എന്തായാലും അടിപൊളി. ഞാനത് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അത് +1 കുട്ടികളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കുട്ടികളെന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം ഞാൻ പഠിപ്പിക്കാൻ പോയപ്പോൾ 30 പേര് വന്നു, പിന്നെ 20 പേരായി, പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ 15 ആയി, 10 ആയി. അതിൻ്റെ അർത്ഥം എന്താണ്? ആദ്യം വരുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് എന്താണെന്ന് എത്തി നോക്കാൻ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, യോഗ എന്ന് പറയുന്നത് യോഗ ഉള്ളവർക്ക് മാത്രമേ പറ്റൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല യോഗ. അതിനൊരു യോഗം വേണം, അത് ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അത് ചിലരുടെ ലക്കിയാണ് അത് കിട്ടുന്നത്. ചില ആൾക്കാർ യോഗ ചെയ്ത് നോക്കിയിട്ട് കളഞ്ഞിട്ട് പോകും, ചില ആൾക്കാർ ജീവിതത്തിലൊരു ഭാഗമാക്കി മാറ്റും. അവർക്ക് ലൈഫ് ലോങ് അടിപൊളിയായിരിക്കും. യോഗ ചെയ്തിട്ടുള്ളവർക്കറിയാം. ഇപ്പോൾ ബ്രേക്ക് എടുത്തിട്ട് നിൽക്കുന്നവർക്കറിയാം യോഗ ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നതും ഇപ്പോൾ അടിപൊളിയല്ലാത്തതും അറിയാം. തലയെ കാട്ടുവാണ് ചില ആൾക്കാരൊക്കെ. ഓക്കെ അല്ല, അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വരുന്നത് അല്ലേ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും യോഗ ഇപ്പം എൻ്റെ ഏകദേശം സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ 300 രൂപ ഫീസ് കണ്ടിട്ട് തമാശയ്ക്ക് വരുന്നവരാണ് എൻ്റെ സ്റ്റുഡൻസ്. ഏകദേശം പേര് അവർ 2-3 മാസം കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് പറയും. 300 രൂപ കണ്ടപ്പോൾ വെറുതെ തമാശയ്ക്ക് ഞാൻ വെറുതെ ടച്ച് ചെയ്തതാണ് പിന്നീട് പറയുന്നത് നമ്മുടെ അടുത്ത്. ഇപ്പോൾ അടിച്ച് ഓട്ടിച്ചാലും പോകില്ല ക്ലാസ്സിൽ നിന്ന്, ആ രീതിയിലാണ് നമ്മളുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിലോട്ട് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വന്നപ്പോൾ നിൽക്കുവാണ്. അത് ആ ഒരു മാറ്റം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, 2 കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക, കാലൊക്കെ ഒന്ന് ഷേക്ക് ചെയ്യുക. 1 2 3 കാല് തുറക്കുക. 1 2 3. സാവധാനം തിരിച്ചു വരാം. ഫ്രീ ക്ലാസ് ആയതുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നോർമൽ ക്ലാസ്സിൽ കുറച്ചൊക്കെ നമ്മൾ സംസാരിക്കും, ബാക്കി ഫുൾ ക്ലാസ് ആയിരിക്കും 1 മണിക്കൂർ. പുതിയ ആൾക്കാരാകുമ്പോൾ കുറച്ച് ചെയ്യുമ്പോൾ തന്നെ ടയേർഡായ ആൾക്കാരുണ്ടാവും ഇതിനകത്ത് തന്നെ. അപ്പോൾ അവർക്ക് വീണ്ടും നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ അവർ കുറച്ചും കൂടി ടയേർഡായിപ്പോൾ. അതുകൊണ്ട് ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് കുറച്ച് സംസാരിച്ചൊക്കെ പോകുന്നതാണ്. പിന്നെ ഒരാഴ്ച ക്ലാസ് നമ്മൾ നോർമൽ ക്ലാസ്സിലും ഇടയ്ക്ക് സംസാരിച്ച് കുറച്ചായിട്ട് പഠിപ്പിക്കും. പിന്നെ അടുത്ത ആഴ്ച മുതൽ സൂര്യ നമസ്കാരമായി, പിന്നെ അതിൻ്റെ അടുത്ത ആഴ്ച പോസ്റ്റേഴ്സായി, പിന്നെ എല്ലാവരും അടിപൊളിയാവും. അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്തവർ ഡെയിലി ചെയ്ത് അടിപൊളിയാവും. അങ്ങനെ നല്ല രീതിയിലോട്ട് വരും. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പോൾ ഒരു 50-60 വയസ്സായ ആൾക്കാർ വരെ ഇപ്പോൾ അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കിടന്നിട്ടൊക്കെ ഓരോ കാല് വീതം ഉയർത്താൻ പറയുമ്പോൾ ഞാൻ 10 വരെ എണ്ണിയാലും പറന്നാണ് കാലം ഉയർത്തുന്നത് ഓരോ ആൾക്കാർ. ആദ്യം വന്നപ്പോൾ ഓരോ കാലം ഇങ്ങനെ ഉയർത്താൻ വയ്യാണ്ടിരുന്ന ആൾക്കാരിപ്പോൾ അടിപൊളിയായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ മനസ്സും എന്തു പറയാൻ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഓരോ ആൾക്കാരുടെ ആ ഒരു മാറ്റം കണ്ടിട്ട്, അതെല്ലാം യോഗയുടെ ഒരു പവറാണ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഷോൾഡർ, ഇവിടുത്തെ ഷോൾഡർ പെയിൻ, അതുപോലെ ഇവിടെ നിന്ന് നീര് കെട്ടുന്ന പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന യോഗയിലെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും കൂടെ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. എല്ലാവരും നാളെ സന്തോഷത്തോടെ വരണം. കിച്ചണിലെ ജോലിയെല്ലാം പെട്ടെന്ന് ഒരുക്കി വെച്ചിട്ട് ഓക്കെ നമ്മൾ ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാമല്ലോ. കണ്ണടച്ചിരുന്ന് ശ്വാസം എടുത്ത് കൈ ഉയർത്താം. 2 കൈ ക്രോസ് ചെയ്ത് ചെവി അടച്ചു പിടിച്ചേ. വലത് കൈ കൊണ്ട് ഇടത് ചെവി അടയ്ക്കുക, ഇടത് കൈ കൊണ്ട് വലത് ചെവി അടച്ചോ. നന്നായിട്ട് ശ്വാസം എടുത്തേ. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. കണ്ണടയ്ക്കുക. നന്നായിട്ട് ശ്വാസം എടുത്തേ. ബ്രീത്തിങ്, ആ ബ്രീത്ത് ഹോൾഡ് ചെയ്തേ. ശ്വാസം പിടിച്ച് വെച്ചേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. ഒരിക്കൽ കൂടി ശ്വാസം എടുക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. ബ്രീത്തിങ്, ആ ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്തേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം.
നന്നായിട്ട് ശ്വാസം എടുക്കുക. ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്തേ. 1 2 3 4. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടും. സാവധാനം ശ്വാസം എടുത്ത് കൈ മുകളിലേക്ക് ഉയർത്തിയേ. ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനം റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. കണ്ണടച്ചിരിക്കുക. ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. രണ്ട് കൈ നമസ്കാരം മുദ്ര കണ്ണടച്ചിരുന്നേ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ മെൻ്റലി ഫിസിക്കലി നമ്മളെ ബാധിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ച എല്ലാവരും. ഭൂമിയിലെ സർവ്വ സൃഷ്ടികൾക്ക് നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കാം. ചിണ്ടാവും. താടി ഉയർത്ത. ഉള്ളം കൈ നന്നായിട്ട് കൂട്ടിത്തിരുമ്പോൾ രണ്ട് കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. രണ്ട് കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണി ചിമ്മി സാവധാനം ഉള്ളം കൈയിലോട്ട് കണ്ണുറന്ന് നോക്കുക. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. ശ്വാസം എടുക്കുക. സാവധാനം മുന്നിലേക്ക് വരാം. സാവധാനം തിരിച്ചു വരാം. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും ബൈ. നാളെ കാണാം.